നമസ്കാരം. നാം കാണുന്നതായ കാര്യങ്ങൾ അത് യാദൃശികമല്ല എന്നതാണ് വാസ്തവം. ആ കാര്യങ്ങളിൽ അന്തർലീനമായ അർത്ഥങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾ കാണുന്നതായ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകുന്നതുമാണ്. അത്തരത്തിൽ ശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പരാമർശിക്കുന്ന പക്ഷികളെയോ മൃഗങ്ങളെയോ കാണുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിനാൽ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ആ വ്യക്തികൾക്കും ആ കുടുംബത്തിനും ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഇരട്ടിപ്പിക്കുന്നതിനും വന്ന് ഭവിച്ചിട്ടുള്ളതായ അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമായി തീരും. എന്തെല്ലാമാണ് ആ ലക്ഷണങ്ങൾ, ഏതെല്ലാമാണ് ആ ജീവികൾ എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ വന്ദിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ പക്ഷിയായി പരാമർശിക്കുന്നത് നീല പൊന്മാനാണ്. വീടുകളിൽ അപൂർവമായി മാത്രമാണ് നീല പൊന്മാനെ കാണുക. ശിവരാത്രിക്ക് മുൻപ് ഈ പക്ഷി നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാൻ ആ വീടുകളിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം, അനുഷ്ഠിക്കണം എന്ന് തന്നെ പരാമർശിക്കാം. അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. മറ്റൊന്ന് ഉപ്പനാണ്. വീടുകളിൽ പലരും വരണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ വീടുകളിൽ വളരെ അപൂർവമായി മാത്രം കാണുന്നതായ ഒരു പക്ഷിയാണ് ഉപ്പൻ. ഉപ്പൻ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് പരമശിവന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് ശുഭകരമായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ധനപരമായോ അല്ലാതെയോ നേട്ടങ്ങളിൽ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭഗവാൻ വീടുകളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നോ പ്രവേശിച്ചു എന്നോ അർത്ഥമാക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അതിനാൽ തീർച്ചയായും ശിവമന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ഒരിക്കലും മുടക്കം വരുത്തുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു പക്ഷി കാക്കയാണ്. കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ഐതിഹ്യങ്ങളുണ്ട്. കാക്ക പിതൃലോകത്തു നിന്നും ദൂതുമായി വരുന്ന പക്ഷികൾ, ശനിദേവന്റെ വാഹനം എന്നിങ്ങനെ നിരവധിയാർന്ന കാര്യങ്ങൾ കാക്കയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ്. അതിനാൽ കാക്ക നൽകുന്നതായ സൂചനകൾ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതുമാണ്. കാക്ക ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമാണ്. എന്നാൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ, ധാന്യങ്ങളോ മറ്റു കാര്യങ്ങളോ പുഷ്പങ്ങളോ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുന്നതും കൂടാതെ കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിലും ശുഭകരമായ ലക്ഷണമാണ്. ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യം ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്നത് തന്നെയാണ്. സാധിച്ചില്ല എന്ന് വരാം, പലവിധ തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ വ്രതമെടുക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെ തന്നെ നിങ്ങൾ വ്രതമെടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത് സാധിക്കുന്നതുമാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുകയും അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും.
മറ്റൊന്ന് തത്തയാണ്. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും തത്തയെ പരാമർശിക്കുന്നതാണ്. തീർച്ചയായും തത്ത നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് മഹേശ്വര പ്രീതിയാലാണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഭഗവാന് വിശേഷപ്പെട്ടതായ ഈ ദിവസങ്ങളിൽ തന്നെ കാക്ക, തത്ത തുടങ്ങിയ പക്ഷികൾ വീടുകളിലേക്ക് വരുന്നത് ശുഭകരമാണ്. ഉമാമഹേശ്വര പ്രീതി തന്നെയാണ് വന്നു ചേരുക. കാക്കയെയും തത്തയെയും ഒരുമിച്ച് കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്നുകൂടി പരാമർശിക്കാം. വളരെ അപൂർവമായി മാത്രമാണ് അപ്രകാരം സംഭവിക്കുക എന്ന കാര്യവും ഓർക്കണം. മറ്റൊന്ന് പ്രാവാണ്. പ്രാവ് പല വീടുകളിലും വളർത്തുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ വീടുകളിലേക്ക് അപ്രതീക്ഷിതമായി പ്രാവ് ഈ ദിവസങ്ങളിൽ കടന്നു വരികയാണ് എങ്കിൽ നിങ്ങൾ അർത്ഥമാക്കേണ്ടതായ ആ കാര്യം, നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സ്നേഹം, ഐക്യം വർദ്ധിക്കാൻ പോകുന്നു എന്നും ആയുരാരോഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആയുസ് വർദ്ധിക്കും എന്ന് തന്നെ ചുരുക്കം. അതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുക. സാധിക്കുന്നവർ മഹാമൃത്യുഞ്ജയ മന്ത്രം തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിരാവിലെയോ സന്ധ്യയ്ക്കോ 108 ജപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊന്ന് ചെറുകിളികളാകുന്നു. ചെറുകിളികൾ ഈ ദിവസങ്ങളിൽ, ശിവരാത്രിക്ക് മുൻപുള്ള ഈ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്ന് വരുന്നു എങ്കിൽ അത് ആ വീടുകളിൽ പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷം വർദ്ധിക്കുന്നതായ വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷം ആ വീടുകളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന് നീൽക്കന്താണ്. വീടുകളിൽ കാണുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ വീടുകളിൽ വളരെ അപൂർവമായി മാത്രം വരുന്ന ഒരു പക്ഷിയാണ് ഇത്. കഴുത്തിൽ നീല നിറം ഉണ്ടാകുന്നതുമാണ്. അതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷം അനുഗ്രഹമുള്ള വീടുകളിൽ തീർച്ചയായും ഈ പക്ഷി പ്രവേശിക്കുന്നതാണ്. ഭഗവാൻ വീട്ടിൽ പ്രവേശിച്ചതിന് തുല്യം ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ തുല്യമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തീർച്ചയായും ഈ പക്ഷി വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നും അർത്ഥമാക്കാം. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. മറ്റൊരു പക്ഷി മഞ്ഞക്കിളിയാണ്. മഞ്ഞക്കിളി വീടുകളിൽ കാണുന്നതും വീടുകളിൽ വരുന്നത് പോലും ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു. എന്നാൽ ശിവരാത്രിക്ക് മുൻപുള്ള ഈ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ മഞ്ഞക്കിളിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. സന്തോഷവും സമാധാനവും ആ വീടുകളിൽ വർദ്ധിക്കാൻ പോകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമായ ലക്ഷണമാണ്. സന്തോഷവും ഭഗവാന്റെ അനുഗ്രഹത്താൽ സമൃദ്ധിയും ആ വീടുകളിലേക്ക് വന്നു ചേരും. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വരിക്കുവാനുള്ള സാധ്യത നാൾക്കുനാൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. തീർച്ചയായും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ശുഭകരമാണ്. കൂടാതെ പാമ്പിനെ വീടുകളിൽ കാണുന്നതും അത് ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ഇറങ്ങുമ്പോഴോ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലാണ് എങ്കിൽ പോലും പാമ്പിനെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അഥവാ നിങ്ങളുടെ പറമ്പിൽ തൊടിയിൽ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ നാഗങ്ങളെയും ഈ സമയം നിങ്ങൾ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷി വരികയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ വ്രതം എടുക്കണം എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. സാധിക്കുന്ന ഏവരും വ്രതം അനുഷ്ഠിക്കുക. ഈ ലക്ഷണങ്ങൾ കണ്ടില്ല എങ്കിൽ പോലും
നിങ്ങൾ വ്രതം മുടക്കരുത്, വ്രതം എടുക്കുക തന്നെ വേണം. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്ന് വരിക തന്നെ ചെയ്യും.